മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി. ജനപക്ഷം 2025. 744 പുരുഷ വോട്ടർമാരും 873 സ്ത്രീ വോട്ടർമാരും അടക്കം 1617 വോട്ടർമാരുള്ള 8ാം വാർഡായ നമ്പ്യാങ്കാവ് വാർഡ് ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. വടക്ക് നമ്പ്യാങ്കാവ് മുരിങ്ങാത്തേരി ജോസ് മാസ്റ്റർ മൂല മുതൽ നമ്പ്യാങ്കാവ് ക്ഷേത്രം റോഡ് വഴി കുഴിക്കാട്ടുകോണം മാടായിക്കോണം റോഡിൽ കയറി ലാലപ്പന്റെ വർക്ക്ഷോപ്പ് മുൻവശം വഴി വലത്തോട്ട് തിരിഞ്ഞ് കള്ളുഷാപ്പ് വഴി സ്കൂൾ വഴി പുഞ്ചപ്പാടം മുരിയാട് പഞ്ചായത്ത് അതിർത്തി വരെയും കിഴക്ക് പുഞ്ചപ്പാടം മുരിയാട് പഞ്ചായത്ത് അതിർത്തി MM കനാൽ വഴി കിഴക്ക് പഞ്ചായത്ത് അതിർത്തി വരെയും തെക്ക് പുഞ്ചപ്പാടം മുരിയാട് പഞ്ചായത്ത് അതിർത്തി മുതൽ പോലീസ് സ്റ്റേഷൻ ലിങ്ക് റോഡ് വരെയും പടിഞ്ഞാറ് നമ്പ്യാങ്കാവ് റോഡിൽ മുരിങ്ങാത്തേരി ജോസ് മാസ്റ്റർ മൂല മുതൽ പോലീസ് സ്റ്റേഷൻ കുഴിക്കാട്ടുകോണം ലിങ്ക് റോഡിലൂടെ ആരംഭിച്ച് കാഞ്ഞാണിക്കുളം വരെയുമാണ് അതിർത്തി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രമേശ് കുമാർ PM, LDF സ്ഥാനാർത്ഥിയായി CC ഷിബിൻ, UDF സ്ഥാനാർത്ഥിയായി സിജോ ലോനപ്പൻ, NDA സ്ഥാനാർത്ഥിയായി സുഭാഷ് KV എന്നിവരാണ് ജനവിധി തേടുന്നത്. നമ്മൾ 2 ടൈമിലായിട്ട് വാർഡ് ഭരിച്ചിരുന്ന BJP ആണ്. അപ്പോൾ ഇവിടെ ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതികൾ, വികസന പദ്ധതികൾ, അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് തുടർന്ന് കൊണ്ടുപോകാനാണ് നമ്മൾ ഇവിടുത്തെ ജനങ്ങളോട് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രാമത്തിലെ എല്ലാവരോടും വോട്ട് ചോദിച്ചിറങ്ങുന്നത്. ഇത്ര മോശപ്പെട്ട കോൺഗ്രസിൻ്റെ ഭരണം ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല. അത്ര മോശമായിരുന്നു. ഇപ്പോൾ പദ്ധതികൾ, റോഡ് ടാറിങ്ങും അതൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പൈസയുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഫണ്ടില്ല എന്നാണ് അവർ പറയുന്നത്. എല്ലാ കാര്യത്തിനായാലും ഇപ്പോൾ വീട്, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി, അതിലെ ലാസ്റ്റ് ഗഡ് കൊടുക്കാൻ പറഞ്ഞാലും ഫണ്ട് വന്നിട്ടില്ല. കുടിവെള്ള പദ്ധതിൻ്റെ അമൃത് പദ്ധതിയുടെ അത് പല സ്ഥലത്തും വലിച്ചിട്ട് പോയിട്ട് വെള്ളം കൊടുക്കാനായിട്ടൊരു സംവിധാനം ഇവിടെ അവർക്ക് പറ്റിയിട്ടില്ല. കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഒരു SC-കാർക്ക് ഒരു ഹോമിയ ഉണ്ട്. അത് വാടക കെട്ടിടത്തിലായിരുന്നു. അപ്പോൾ മുൻ കൗൺസിലർ അതിന് മുൻകൈ എടുത്തിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ സുരേഷ് ഗോപി MP-യുടെ ഫണ്ടിൽ നിന്നിട്ട് 15 ലക്ഷം രൂപ പാസ്സായിട്ട് എടുക്കേണ്ടത്. അതിന് സ്ഥലം ശരിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് മുനിസിപ്പാലിറ്റി പറയണത് ആ ഫണ്ട് കൊണ്ട് പണിയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തടസ്സം നിൽക്കണവർ. ഏറ്റവും ഇത് ആ ഹോമിയ അങ്ങോട്ട് മാറ്റും, പുതിയ കെട്ടിടം പണിത് എത്രയും പെട്ടെന്ന് അവർക്ക് കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ അമൃത് പദ്ധതിയിൽ എല്ലാ വീട്ടിലും ഒരുവിധം വീടുകളിലേക്കൊക്കെ പൈപ്പ് വലിച്ചിട്ടുണ്ട്. 2 മാസമായിട്ട് വെള്ളമില്ല. ഈ കാട്ടിഞ്ഞാറ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ പൈപ്പ് പൊട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ഒരു AE പറയണത്. അതിന് എത്രയും പെട്ടെന്ന് നമ്മൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യും. 25 വർഷക്കാലമായി ഇരിങ്ങാലക്കുട പട്ടണത്തിൻ്റെ പുരോഗതിയില്ലായ്മയാണ് ഞങ്ങൾ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. പട്ടണത്തിലെ മുഴുവൻ റോഡുകളും ഗതാഗത യോഗ്യമല്ല. കാരണം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ റോഡുകൾ തോടുകളായി മാറുന്ന അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ ഭരണസമിതിയുടെ 5 വർഷക്കാലത്തെ പരിശോധിച്ചാൽ അറിയാം, ഒരു പൊതുവികസനം പോലും നടപ്പിലാക്കാത്ത ഒരു ഭരണസമിതിയാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇരിങ്ങാലക്കുട പട്ടണത്തിലെ ഭരണസമിതി. പ്രത്യേകിച്ച് പറയാനുള്ളത്, പഴയ പൊറത്തശ്ശേരി പഞ്ചായത്ത് പ്രദേശത്തേക്ക് ഒരു വികസനവും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു ഭരണത്തെ, പട്ടണത്തിലെ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ ജനങ്ങൾക്ക് പൊതുവായി ഗുണം വരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ടേക്ക് എ ബ്രേക്ക്. സംസ്ഥാന സർക്കാർ വലിയ ഉത്തരവാദിത്തോടു കൂടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക്. ആ ടേക്ക് എ ബ്രേക്ക് വർഷങ്ങളായിട്ട് അടച്ചിട്ടുകയാണ്. അതേപോലെ തന്നെ ഷീ ലോഡ്ജ്, സ്ത്രീകൾക്ക് സുരക്ഷിതമായി താമസിക്കുവാനുള്ള ഒരു ഇടമായി സർക്കാർ കണ്ട ഷീ ലോഡ്ജും പ്രൈവറ്റ് പാർട്ടികൾക്ക് അത് ലേലത്തിൽ കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെയുള്ള കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, വനിതകളുണ്ട്. ഈ വലിയ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തുകയും പല നഗരസഭകളിലും അത് ഭംഗിയായി നടക്കുമ്പോഴും ഇരിങ്ങാലക്കുട നഗരസഭ സ്ത്രീകളെ പുറകിലേക്ക് തള്ളുന്ന ഒരവസ്ഥയാണ് പൊതുവായി കാണപ്പെടുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ നഗരസഭാ ഭരണം എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യമാണ്. കാരണം ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർമാരെല്ലാം തന്നെ അവിടെ വരികയും അവരുമായി മൽപ്പിടുത്തം നടത്തിയാണ് നമ്മുടെ വാർഡിലേക്കുള്ള പ്രധാനമായ റോഡുകളായും കാനകളായും എല്ലാ പ്രവർത്തനങ്ങളും പദ്ധതികളും കൊണ്ടുവരാൻ വലിയ സമ്മർദ്ദം നേരിട്ടിട്ടാണ് ഞങ്ങൾ ഓരോ പദ്ധതികളും ഞങ്ങളുടെ വാർഡുകളിലേക്ക് എത്തിക്കാൻ.
പലപ്പോഴും രാഷ്ട്രീയം തിരിച്ച് ഞങ്ങളുടെ പദ്ധതികളെ തുരങ്കം വയ്ക്കുന്ന ഒരു രീതിയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട പട്ടണം ഭരിക്കാൻ പോകുന്നത് യുവത്വം തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. യുവത്വത്തിന് നേതൃത്വം കൊടുക്കുന്ന അമരക്കാരനാണ് ഇരിങ്ങാലക്കുട പട്ടണം ഭരിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ തയ്യാറായി കഴിഞ്ഞു. ഈ വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു 10 വർഷക്കാലമായിട്ട് ഇരിങ്ങാലക്കുടയിലെ നഗരസഭയിൽ ഒരു ജനപ്രതിനിധിയായിരുന്നു. കാരണം എൻ്റെ വാർഡുകളെ നിങ്ങളൊന്ന് പോയി നോക്കണം, അവിടെയുള്ള അവസ്ഥ, റോഡുകളായാലും മറ്റുള്ള സൗകര്യങ്ങളായാലും കുടിവെള്ളപ്രമായാലും ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്തിട്ടുള്ള വാർഡിലെ പ്രവർത്തനങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് വളരെയധികം ദുഃഖകരമായ രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങോട്ട് കിഴക്കേ ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പല സ്ട്രീറ്റ് ലൈറ്റുകളും കണ്ണടച്ച് കിടക്കുകയാണ്. അതുമാത്രമല്ല, റോഡുകളെല്ലാം തന്നെ റീടാറിങ് ചെയ്യാതെ ഇപ്പോഴും താറുമാറായി കിടക്കുകയാണ്. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അടിസ്ഥാനപരമായ ആവശ്യം എന്ന് പറഞ്ഞാൽ കുടിവെള്ളമാണ്. ആ കുടിവെള്ളത്തിന് വേണ്ടി യാചിക്കുന്നൊരവസ്ഥയാണ് ഈ നമ്പിങ്കാവ് പ്രദേശത്തിലെ ജനങ്ങൾ. അവരോടൊത്ത് ഒരുമിച്ച് നിൽക്കുകയും അവരിൽ ഒരാളായിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആവശ്യമായ കുടിവെള്ളത്തിന് ഒരു പരിഹാരം കണ്ടെത്തുക എന്നാണ് എൻ്റെ ഏറ്റവും പ്രധാനമായ ഉദ്ദേശം. ഈ കഴിഞ്ഞ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷക്കാലം 2015 മുതൽ 2020 ഇവിടുത്തെ ഈ വാർഡിലെ കൗൺസിലറായിരുന്ന ഞാൻ ചെയ്തു വെച്ച് ഒരു ഏതാണ്ട് 99% പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് ഞാനിവിടെ ഇറങ്ങിയത്. അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന 5 വർഷം ഇവിടെ യാതൊരു വികസന പ്രവർത്തനങ്ങളും കാര്യമായി നടന്നില്ല. ഞാനിവിടെ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അവർ പറയുന്ന കാര്യങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ചില പോരായ്മകളും കാര്യങ്ങളുമാണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചെയ്ത കാര്യങ്ങൾ അവിടെ നിന്ന് പോയി പിന്നീട് തുടർന്നൊന്നും നടന്നില്ല എന്നുള്ള ഒരു വാക്കുകളാണ് അവരെ വായിൽ നിന്ന് കേൾക്കുന്നത്. അത് തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ നമ്മൾ മത്സരിക്കുമ്പോഴും അവരുടെ ഇഷ്ടത്തിനും അവർ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളൂ. ഒരു സ്വതന്ത്രം എന്നുള്ള നിലപാടിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഈ വാർഡിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതിൽ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഓണററി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 5 വർഷം മൊത്തം കൂട്ടുമ്പോൾ ഏതാണ്ട് 5-5.5 ലക്ഷത്തോളം രൂപ വരും. ആ രൂപ മുഴുവൻ ഈ വാർഡിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാനും വീട് അറ്റകുറ്റപ്പണിക്കും അല്ലെങ്കിൽ അത്യാവശ്യമായ അവർക്ക് കുടുംബത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടുത്തെ കുടുംബശ്രീ ആശാവർക്കർമാരോട് മുഖാന്തിരം അർഹതയുള്ളവർക്ക് വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷത്തെ ഭരണത്തിൽ വളരെ മോശമായ ഒരു ഭരണക്രമമായിരുന്നു അവിടെ നടന്നിരുന്നത്. ഒന്നാമത്തെ കാര്യം, അവിടെ 3 ചെയർപേഴ്സന്മാരാണ് മാറി മാറി വന്നത്. അങ്ങനെ വന്നിട്ട് എന്ത് ഗുണം ഇവിടെ കിട്ടി എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഇപ്പോൾ ഇവിടെ തകർന്നു കിടക്കുന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക എന്നാണ് ആദ്യത്തെ പ്രയോറിറ്റി. പിന്നെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം 64ഓളം വീടുകൾ കൊടുത്തെങ്കിലും കുറച്ച് പേർക്ക് അതിൽ ഒരു പട്ടികപ്പെടാതെ എന്തോ തള്ളിപ്പോവോ എന്തോ ചെയ്തിട്ടുണ്ട്. അവരെയും കൂടി ഉൾപ്പെടുത്തി അവർക്കും കൂടി വീട് അനുവദിക്കാനായിട്ട് ഒരു ശ്രമം. പിന്നെ ഞാനിവിടെ പോയി കയറി കഴിഞ്ഞപ്പോൾ ചില വീടുകളിലൊക്കെ ജനറൽ വിഭാഗമാണ്, അവർക്ക് ഫണ്ടില്ല. എസ് സി വിഭാഗർക്ക് മാത്രമേ ഇവിടെ ഫണ്ടുള്ളൂ ഇപ്പോൾ. അപ്പോൾ ആ ജനറൽ വിഭാഗത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതി ആലോചിച്ചിട്ട് അവർക്കും കൂടിയും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനും പ്രയോറിറ്റി കൊടുക്കും. ഇനിയിപ്പോൾ 10 വർഷമായിട്ട് ഇവിടെ BJP ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിനു മുന്നേ ഇവിടെ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. 10 വർഷം, അപ്പോൾ അതിൽ 25 വർഷമായിട്ട് ഇവിടെ കോൺഗ്രസിനെ ഭരിച്ചിരിക്കുന്നത്. അതിൽ തുടർച്ചയായിട്ടാണ് അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും. അതിനുശേഷം 10 വർഷമായിട്ട് അവർ ഇതുവരെ ഒരു കാര്യം കൂടി ചെയ്തിട്ടില്ല. നമ്മുടെ റോഡ് തന്നെ കണ്ട് നമുക്കറിയാം. റോഡ് അത് അമ്പേക്കുന്നറിയാം കൊണ്ടുവന്നത്, ഹോം ഡിസ്പെൻസറി കൊണ്ടുവന്നത് എല്ലാം കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ്. ഇതൊക്കെ ഉന്നയിക്കുന്നത് അവർ കൊണ്ടാണ് ഉന്നയിക്കേണ്ട കാര്യങ്ങൾ അവർ ഉന്നയിക്കുന്നത്. ഇനി ഞാൻ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് റോഡ്, കാർഷികമായിട്ടുള്ള സംഭവങ്ങൾ, മറ്റേ ജലവിതരണം, ഇതെല്ലാം ഉറപ്പ് നൽകാൻ സാധിക്കും. നഗരസഭ ഭരണത്തിൽ എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ ഈ BJP ഭരണക്കാർ അവർ പേഴ്സണലായിട്ട് അവർ വീട്ടുകാർക്ക് മാത്രം അവർ ചെയ്യണ ഓരോ കാര്യങ്ങൾ. അതായത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ പൊതുവായ ഇതുവരെ അവരും ചെയ്യില്ല. അതായത് അവരുടെ വീട്ടുകാർക്ക് മാത്രമാണ് അവർ ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുവായിട്ട് ഉള്ള ഈ ഗതാഗതമായാലും മറ്റേ റോഡായാലും ഇതായാലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള സംഭവം ചെയ്യുന്നില്ല. അവർ പേഴ്സണലായിട്ട് അവരുടെ വീട്ടുകാർക്ക് മാത്രം അവർ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റോഡാണ് മെയിനായിട്ട് ഗതാഗതം. ഗതാഗത യോഗ്യമായ റോഡുകൾ വേണം. കുടിവെള്ളം, പിന്നെ കാർഷികം. ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും കാർഷിക മേഖലയിലുള്ള ആൾക്കാരാണ്. ഇതുവരെ അതിനുവേണ്ടി അവർ ആരും ഒന്നും തിരിഞ്ഞു ഈ 3 കാരണം, ഒന്നാമത് ഗതാഗതം, ജലവിതരണം, കാർഷികം. ഇതാണ് 3 കാരണം മെയിനായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ.